ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നാടൻ മാങ്ങ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് വീട്ടിൽ മാങ്ങയൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്ന അവിടെ വീട്ടിലെ ആളുകൾ പറിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ പച്ചമാങ്ങയും ചനച്ച മാങ്ങയും പഴുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മാങ്ങാക്കൊത്ത് ഉണ്ടാക്കാമെന്ന്, കുറേ ആയി ഉണ്ടാക്കിയിട്ടും. അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ടും ചനച്ച മാങ്ങ വെച്ചിട്ടും ചെയ്യാറുണ്ട് ഇത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചനച്ച മാങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ മാങ്ങാക്കൊത്ത്? അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിന്ന് ഒരു ചനച്ച 3 മാങ്ങ നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തോലൊക്കെ ചെത്തിയതിന് ശേഷം നമ്മൾ മാങ്ങക്കൊത്താണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊത്തിയിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുമല്ലോ. അങ്ങനെ അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കൂടുതലൊരു സിമ്പിളായിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ്. പച്ചമാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അധികം പുളിയില്ലാത്ത മാങ്ങ വേണം എടുക്കാൻ. പക്ഷേ എനിക്ക് പച്ചമാങ്ങ വെച്ച് ചെയ്തപ്പോഴോ വലിയൊരു താല്പര്യം തോന്നിയില്ല. എനിക്കിങ്ങനെ പഴുക്കാറായ മാങ്ങ കൊണ്ട് ചെയ്തപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കാം. ഏതായാലും ഞാൻ 3 മാങ്ങയും ഇങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വേണം. പിന്നെ ഇത് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് വല്ലാണ്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഉണക്കമുളക്, അത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. പിന്നെ നമ്മൾ മുളക് ചുട്ടെടുക്കുകയും വേണം. അപ്പോഴാണ് നമുക്ക് മാങ്ങാക്കൊത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. തേങ്ങ അരച്ചതിന് ശേഷം, അപ്പോൾ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അമ്മിക്കല്ലിലാണ് അരയ്ക്കുന്നതെങ്കിൽ നമ്മുടെ മാങ്ങാക്കൊത്തിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇവിടെ ഇപ്പോൾ അമ്മിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങാക്കൊത്തിലേക്ക് ഇനി അടുത്ത് ചേർക്കാനുള്ളത് തൈരാണ്. അപ്പോൾ ഞാൻ കട്ടയൊക്കെ നല്ലോണം ഉടച്ചെടുത്ത തൈരാണ്. കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലിനി വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാനില്ല. പുളി പോരാ, ഉപ്പ് പോരാ എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി തൈരും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം. അത്ര പണിയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാനിത് ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് നമ്മുടെ മാങ്ങാക്കൊത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വിടുമ്പോൾ തന്നെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നേരം വെച്ചിരുന്ന് അങ്ങനെ കഴിക്കുന്നതാണ്. പോരാത്തതിന് പിറ്റേ ദിവസത്തേക്കാണെങ്കിലോ സൂപ്പറായിരിക്കും കേട്ടോ. പിറ്റേ ദിവസത്തേക്കൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. കാരണം ഞങ്ങളിത് ഉണ്ടാക്കിയ സമയം മുതൽ തന്നെ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങാക്കൊത്ത് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ അതിലൊരു 3 പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. ഞാനത് അങ്ങോട്ട് വേഗം ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചിരുന്നു. അതും ഞാനും മക്കളും കൂടെ അങ്ങനെ അകത്താക്കി. ഇതിൻ്റെ ഒരു ടേസ്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.